ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി കോഴിക്കോട് ബീച്ചിൽ നടത്തം സംഘടിപ്പിച്ചു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ലഹരിക്കെതിരെ ചെറുപ്പക്കാരെ അണിനിരത്താനുള്ള മുന്നേറ്റമാണ് ഇതെന്നും സംസ്ഥാന വ്യാപകമായി പരിപാടി നടത്തുമെന്നും രമേശ് ചെന്നിത്തല കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ചലച്ചിത്ര താരങ്ങളായ ജോയ് മാത്യു, ഹരീഷ് പേരടി, അബു സലീം തുടങ്ങിയവരും സാമുദായിക നേതാക്കളും ജനപ്രതിനിധികളും അണിനിരന്നു. ലഹരിക്കെതിരെ പോരാട്ടവുമായി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലാണ് വാക്ക് എഗെയിൻസ്റ്റ് ഡ്രഗ്സ് രമേശ് ചെന്നിത്തലയുടെ നടത്തം എന്ന പേരിൽ ഇവിടെ കോഴിക്കോട് ബീച്ചിൽ ഇപ്പോൾ നടത്തം ആരംഭിച്ചിരിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. ഇതിൽ തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ, പ്രമുഖരുൾപ്പെടെ സംബന്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സാംസ്കാരിക നായകരുണ്ട്, ചലച്ചിത്ര താരങ്ങളുണ്ട്. ജോയ് മാത്യു, ഒപ്പം തന്നെ അബു സലീം, ഹരീഷ് പേരടി അടക്കമുള്ളവർ ജനപ്രതിനിധികളുണ്ട്, കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികളുണ്ട്, സാംസ്കാരിക സാമൂഹ്യ നായകരുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് ഇതിൽ ഉള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. ഈ ദൃശ്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഏറ്റവും തൊട്ട് മുൻപിൽ ജബി മേത്തർ MP, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സാംസ്കാരിക നായകർ, കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ, ഒപ്പം തന്നെ ഹുസൈൻ മടവൂർ അടക്കമുള്ള ആളുകളാണ് ഇതിൽ സംബന്ധിക്കുന്നത്. ഇവിടെ KPCC ജനറൽ സെക്രട്ടറി ജയന്ത്, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി TPM ജിഷാൻ അടക്കമുള്ള നേതാക്കളും ഇതിൽ സംബന്ധിക്കുന്നു. നിരവധി യുവാക്കളാണ് ഇവിടെ കോഴിക്കോട് ബീച്ചിൽ ഇതിൻ്റെ ഭാഗമായി അണിനിരക്കുന്നത്. ഈയൊരു സാഹചര്യം, ഈയൊരു യാത്ര നടത്തേണ്ട സാഹചര്യത്തെക്കുറിച്ച് രമേശ് ചെന്നിത്തല തന്നെ വിശദീകരിക്കുകയാണ്. രമേശ്, ഈ ഒരു യാത്ര നടത്തേണ്ട ഒരു സാഹചര്യം, ലഹരി വലിയ വിപത്തായി സമൂഹത്തിൽ വർദ്ധിച്ചു വരിക, എങ്ങനെയാണ് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിൻ്റെ ഉപയോഗം കുറയ്ക്കാനും ജനങ്ങളെ ബോധവൽക്കരിക്കാനും ചെറുപ്പക്കാരെ അണിനിരത്താനുമുള്ള ഒരു മുന്നേറ്റമാണിത്. ഇത് പ്രൗഡ് കേരള എന്ന് പറയുന്ന എൻ്റെ ഒരു NGOയുടെ നേതൃത്വത്തിലാണ് നടത്തുന്നത്. കേരള വ്യാപകമായി ഇത് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെന്ന് എല്ലാവരുടെയും സഹായം പ്രതീക്ഷിക്കുന്നു. എന്തായാലും ലഹരിക്കെതിരായ ഒരു വലിയ വിപ്ലവം തന്നെയാണ് ഇവിടെ തീർക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. ഇതിൽ ചലച്ചിത്ര താരങ്ങളായിട്ടുള്ള ജോയ് മാത്യുവും ഹരീഷ് പേരടിയും അടക്കമുള്ളവർ അണിനിരക്കുന്നുണ്ട്. ജോയിട്ടെ, ഇങ്ങനൊരു യാത്രയിൽ അണിനിരക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? അല്ല, പ്രത്യേകിച്ച് കോഴിക്കോട് പോലത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു കൂട്ടായ്മയും ഇങ്ങനെ ലഹരി വിരുദ്ധ ഒരു ക്യാമ്പയിനും നടത്തുമ്പോൾ നമ്മളിവിടെ ഉണ്ടെങ്കിൽ ഇതിൽ പങ്കെടുക്കേണ്ടതല്ലേ? അത് നമ്മളൊരു ധാർമ്മികമായ ബാധ്യതയല്ലേ? വളരെ സന്തോഷമുണ്ട്. തീർച്ചയായും പൊതു പ്രശ്നങ്ങളിൽ പ്രതികരണം നടത്തുന്ന മറ്റൊരു ചലച്ചിത്ര താരം കൂടിയാണ് ഹരീഷ് പേരടി. ഹരീഷ് പേരടിയുമുണ്ട്. എങ്ങനെയാണ് ഈ ഒരു നടത്തത്തെ? ഇത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പിടിമുറുക്കി കഴിഞ്ഞു എന്നുള്ള നമുക്ക് 100% ബോധ്യപ്പെട്ട ഒരു സാധനമാണ് ലഹരിയുടെ ഒരു വിളയാട്ടം എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പം നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിലൊക്കെ ഉള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ മുന്നിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് ചെന്നിത്തല സാറിനെ പോലെ ഒരാളുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു എനർജറ്റിക്കലായ ഒരു നടത്തം എന്ന് പറയുന്നത് അതൊരു ലഹരിക്കെതിരെയുള്ള വലിയൊരു പോരാട്ടത്തിന്റെ തുടക്കമായിട്ട് തന്നെ കാണുന്നു. ഈ ഒരു യാത്ര അനിവാര്യമായിരുന്നു. തീർച്ചയായിട്ടും ആരെങ്കിലും ഒരാൾ തുടങ്ങേണ്ടിയിരുന്നത് ചെന്നിത്തല സാർ തുടങ്ങിയെന്നുള്ളതാണ് അതിൻ്റെ പോരാട്ടത്തിൻ്റെ ഒരു ഭംഗി. തീർച്ചയായും അത് തന്നെയാണ് ജോയ് മാത്യു ആയാലും ഹരീഷ് പേരടി ആയാലും മറ്റ് സാംസ്കാരിക പ്രവർത്തകരായാലും പറയുന്നത്. ലഹരിക്കെതിരെ അതിന് പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ല, അതിനപ്പുറത്തേക്ക് എല്ലാ നേതാക്കളും ഇത്തരത്തിലുള്ള യാത്രകൾ നടത്തുക എന്നുള്ളതാണ്. ഇതിപ്പോൾ വലിയൊരു ആൾക്കൂട്ടമാണ് ഇവിടെ സംബന്ധിക്കുന്നത്. യുവാക്കളടക്കമുള്ളവർ ഇവിടെ സംബന്ധിക്കുന്നുണ്ട്. കോഴിക്കോട് ബീച്ചിൽ നിന്നും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.